ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ഉടുപ്പിയിലാണ്. ഉടുപ്പി കൃഷ്ണൻ്റെ അമ്പലമാണ് കേട്ടോ. കണക്കണക്കിണ്ടി പറയല് അങ്ങനത്തെ ഒരു സ്ഥലമാണ്. കാണിച്ചു തരാവേ. ഇതാണ് ഫ്രണ്ട് അമ്പലത്തെ. പിന്നെ അകത്ത് നമ്മുടെ മൊബൈൽ അലൗഡ് ഉണ്ട് അറിയില്ല. ഒരുപാട് കടയിലൊക്കെ ഉണ്ട്, നമുക്ക് കാണാം. അമ്പൽ കഴിഞ്ഞിട്ട് പുറത്ത് വന്നപ്പോൾ ഒരുപാട് കടയിലൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തിലും ഇങ്ങനെ തന്നെ. ഇത് ഗീതാ മന്ദിര ഉടുപ്പി പറഞ്ഞിട്ടാ. അകത്ത് പാട്ടൊക്കെ പാടു തോന്നും. അവിടെ ഇരുന്നിട്ടുണ്ട് ഒരു 4-5 ആൾക്കാർ. അമ്പലിൻ്റെ ബാക്ക് സൈഡ് തന്നെ ഒരു കുളം ഉണ്ട് കേട്ടോ. അവിടെ നോക്കിയ ദൈവത്തിൻ്റെ ഇത് നല്ല രസമാണ് കാണാൻ. ഡയറക്റ്റ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ അമ്പലിൽ ദർശനമൊക്കെ കിട്ടി. നമ്മൾ വീക്കെൻഡ് അല്ല വന്നത്, വീക്ക് ഡേയ്സിൽ വന്നതുകൊണ്ട് നമുക്ക് നല്ല തിരക്കൊന്നുമില്ല അങ്ങനെ. അപ്പോൾ കണക്കിൻ്റെയൊക്കെ കണ്ട് ദർശനമൊക്കെ ആയി. ഇവിടെ ഫുഡ് ഉണ്ടേനു. അപ്പോൾ ഫുഡ് കഴിച്ച് ഇപ്പോൾ ഇവിടെ നിന്ന് വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് മൽപ്പെ ബീച്ച് കാണാം. മൽപ്പെ ബീച്ച് എത്തി. മാൽപ്പെ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആണ് നമ്മുടെ നാട്ടിലെ. ഈശ്വർ മാൽപ്പെ അറിയാലോ, നല്ല ഫേമസ് ആണ്. ഇവിടുത്തെ അർജുന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഈശ്വർ മാൽപ്പയുടെ നാടാണ് കേട്ടോ. അപ്പോൾ ബീച്ച് ഒന്ന് കാണട്ടെ. ബീച്ച് കണ്ടിട്ട് കളിച്ചിട്ട് വരാം. കുറേ കഴിക്കുന്ന സാധനം അത് ഇത് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. കാണിച്ചു തരാവി. ഗാന്ധിജീൻ്റെ സ്റ്റാച്ചു നല്ല രസമുണ്ട് കാണാൻ. വണ്ട ഉണ്ട് കേട്ടോ. വണ്ട നല്ല വെയില, നല്ല ഗ്രീനറി, നല്ല സ്ഥലവാ. വണ്ട ഉണ്ട് കേട്ടോ. വണ്ട മാൽപ്പെ ബീച്ചിൽ ഇപ്പൊ മഴയല്ലേ, അപ്പൊ തിരയും കൂടുതൽ. അതുകൊണ്ടാണ് അങ്ങോട്ട് വെള്ളത്തിലൂടെ നാളെ വിടുന്നില്ല. അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ച്. ഇവിടെ കുതിര, ഒട്ടകം അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതാ ഇവിടെ കുതിര ഉണ്ട്. പൊട്ടറ്റോ ട്വിസ്റ്റർ കേട്ടോ. അപ്പോൾ ഒന്ന് മേടിക്കാൻ വിചാരിച്ചു ഇങ്ങോട്ട് വന്നപ്പോൾ. അപ്പോൾ മൽപ്പെ ബീച്ചൊക്കെ കണ്ടിട്ടായി. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കട്ടിയിലു ദുർഗാ പരമേശ്വരി അമ്പലമൊക്കെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ കട്ടിയിലു ദുർഗാ പരമേശ്വരി അമ്പലമൊക്കെ എത്തി കേട്ടോ. അകത്ത് ഫോൺ വിടുക അറിയില്ല. വിട്ടെങ്കിൽ വീഡിയോ ചെയ്യാം, ഇല്ലെങ്കിൽ അകത്ത് ഒരു അലൗഡ് ചെയ്യൂല. കട്ടിലിന്റെ അമ്പലിന്റെ അകത്തുണ്ടല്ലേ, അകത്താണ് ഈ വെള്ളം പോകുന്ന. എന്നൊരു ഭംഗിയല്ലേ.